കൊല്ലം തീരത്തടിഞ്ഞ കൂറ്റൻ പുലിസ്രാവ് ചത്തു. ശക്തികുളങ്ങര മുക്കാട്ടുപള്ളിക്ക് സമീപം കടവിലാണ് അടിഞ്ഞത്. ശക്തികുളങ്ങര പോലീസ് വനം വകുപ്പിനെയും ഫിഷറീസിനെയും വിവരമറിയിച്ചു. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ മുക്കാട് പള്ളിക്ക് സമീപമുള്ള കടവിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മീറ്ററോളം നീളമുള്ള വലിയ സ്രാവിനെ, പുള്ളിസ്രാവെന്ന് ഇവർ വിളിക്കുന്ന സ്രാവിനെ കണ്ടെത്തിയത്. അത് മിക്കവാറും അതിന് ജീവൻ നഷ്ടപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഓക്സിജൻ ലെവൽ കുറയുകയും അതിനൊരിക്കലും ജീവൻ നിലനിർത്താൻ കഴിയില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ മുഴുവനും ഇതിനെ ഇപ്പോൾ അവർക്ക് തിരികെ മടക്കി വിടാനുള്ള ശ്രമം നടത്തുന്നെങ്കിലും അതിന് അനക്കമില്ലാത്ത സ്ഥിതിയാണ്. പേരെന്താ? ബർണാട്. മീൻ ചത്ത മീനത്, തിമിംഗലോ, സ്രാവല്ല, തിമിംഗലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കായലിൽ കയറാറുണ്ട്. വർഷങ്ങൾ മുമ്പ് ഒരു പുത്തുനിർത്തി കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതാ, ഇതില് ഇത് ചെറുത്, 2 മാസം പ്രായമുള്ളത്. ഇതിപ്പോൾ കടലിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കത്തിനും ഈ മീൻ കിഴക്കോട്ട് വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൽ ഒഴുക്കനുസരിച്ച് മീൻ വരുന്നതാണ്. ചെറിയ മീൻ തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്. വലിയ മീൻ ചെറിയ മീൻ തിന്നാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ വലിയ മീൻ ചെറിയ മീൻ പടിഞ്ഞാറ കടലിലില്ല. അപ്പോൾ ചെറിയ മീൻ കിഴക്കേ കടലേ ഉള്ളൂ. അങ്ങനെ തിന്നാൻ വരുന്ന ഈ വലിയ മീൻ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇത് ചത്ത് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ ഇത് ഫിഷറീസിൻ്റെ അധികൃതരെത്തി ഇതിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം. അതിന് ഫിഷറീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡോക്ടർമാർ ഇവിടെ വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് അടിയന്തരമായി ഇതിനെ നീക്കം ചെയ്ത് കരയിലേക്ക് ഇത് സംസ്കരിച്ചില്ലെങ്കിൽ ഉറപ്പായും ഇതിൻ്റെ ദുർഗന്ധം വമിക്കുകയും പരിസരത്ത് ആൾക്ക് നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാവും. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പറയുന്ന ഇത് ഷാർക്ക് ഇനത്തിൽപ്പെട്ട ഷാർക്കാണോ അത് വെയിലാണെന്ന് പറയുന്നുണ്ട്. ഇത് ഏതാണെന്ന് വ്യക്തമല്ല. എന്തായാലും അത് ഇവിടെ ഈ അപൂർവമായിട്ട് ഇതിനു മുമ്പ് ഇവിടെ ഒരിക്കലും ഈ പ്രദേശത്ത് ഇങ്ങനെ വന്നിട്ടുമില്ല. പക്ഷേ ഇതിപ്പോൾ മുമ്പ് തീരമേഖലയിലൊക്കെ നമുക്ക് കൊല്ലം തീരത്ത് നിരവധി തിമിംഗലങ്ങൾ, നീലത്തിമിംഗലും ഒക്കെ വന്നത് നമ്മൾ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ ഭാഗത്ത് ഇത് വന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.